അന്ന ഭാഗം 33. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. അമലാമേ! ആർത്തുലച്ച് വീശിയടിക്കുന്ന കൂറ്റൻ തിരമാലകളെപ്പോലെ ഉയർന്നു വന്ന അന്നയുടെ ശൗര്യം കലർന്ന ശബ്ദം കേൾക്കെ അവര് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അഗ്നി പോലെ എരിയുന്ന കണ്ണുകളോടെ അവരിലേക്ക് നോട്ടം പായിക്കുന്ന അന്നയിൽ ഒരു താക്കീതിൻ്റെ ഭാവങ്ങൾ പ്രതിഫലിച്ചിരുന്നു. അവളുടെ എരിയുന്ന കണ്ണുകളിലെ കോപം ഒരു വേള ഫെലിക്സിലേക്ക് തറഞ്ഞു നിന്നു. ആ കോപാഗ്നിയുടെ താപമേറ്റ് അവൻ്റെ ഹൃദയം പൊള്ളി അടരുകയായിരുന്നു. എന്നോ അവളുടെ ജീവിതത്തിൻ്റെ ഉൾത്താളുകളിൽ കോറി വരയ്ക്കപ്പെട്ട വേദനയുടെ കഥകൾ ഇനി ഒരിക്കലും മറ്റാർക്കു മുന്നിലും തുറന്നുകാട്ടാൻ അന്ന ആഗ്രഹിച്ചിരുന്നില്ല. പ്രത്യേകിച്ചും എല്ലാത്തിനും കാരണക്കാരനായ ഫെലിക്സ് എന്ന അധമന്റെ മുന്നിൽ. ആ നിമിഷം അന്നയിൽ കണ്ട അപരിചിതമായ മുഖഭാവം അമലാമയിൽ ആശങ്കകൾ ഉണർത്തി. അന്ന അവർക്ക് മുന്നിൽ നിന്നും മുഖം വെട്ടിത്തിരിച്ച ശേഷം കുറച്ചകലെയായി കളിച്ചുകൊണ്ട് നിൽക്കുന്ന മിന്നുമോളുടെ കൈകളിൽ ബലമായി പിടിച്ചു വലിച്ച് ഓർഫനേജിൻ്റെ കവാടം കടന്ന് പുറത്തേക്ക് പോയി. അവരെ കടന്നുപോയ അന്നയിലേക്ക് തന്നെ നോട്ടമെറിയുന്ന മൂവരുടെയും നയനങ്ങളിൽ കണ്ണുനീർ പൊഴിഞ്ഞു. ഫെലിക്സിൻ്റെ ഉള്ളം ചെങ്കനൽ ചൂള പോലെ കുറ്റബോധത്തിൽ നീറി പുകയാൻ ആരംഭിച്ചു. അന്നയുടെ കൈകളിൽ തൂങ്ങി പിന്നിലേക്ക് നോക്കിക്കൊണ്ട് നടന്നു നീങ്ങുന്ന തൻ്റെ ചോരയിൽ പിറന്ന മിന്നുമോളുടെ നിഷ്കളങ്കമായ മുഖം കാണെ ഫെലിക്സിൽ ഹൃദയം നുറുങ്ങുന്ന വേദന അനുഭവപ്പെട്ടു. ഒന്നുമറിയാത്ത ആ കുഞ്ഞുപോലും തൻ്റെ വൈരാഗ്യത്തിന് മുന്നിൽ ഇരയാകേണ്ടി വന്നതോർത്ത് അവൻ തൻ്റെ ജന്മത്തെ സ്വയം ശപിച്ചു. മിന്നുമോൾ അവനരികിലേക്ക് ഓടിയടുക്കുമ്പോഴും തന്നെ സ്പർശിക്കുമ്പോഴും ഇടനെഞ്ചിലേക്ക് ചേർത്തണയ്ക്കുമ്പോഴും അവൻ്റെ ശരീരത്തിലേക്ക് പായുന്ന മിന്നൽ പിണർപ്പുകളുടെ യഥാർത്ഥ കാരണം ഫെലിക്സ് തിരിച്ചറിയുകയായിരുന്നു. രക്തത്തെ തിരിച്ചറിഞ്ഞ ആ നിമിഷങ്ങൾ അവൻ ഓർത്തെടുക്കുകയായിരുന്നു. പോകാം, ആലീസ് കനത്ത സ്വരത്തോടെ ഫെലിക്സിനോടെന്ന പോലെ പറഞ്ഞുകൊണ്ട് സമീപത്തായി നിർത്തിയിട്ടിരിക്കുന്ന കാറിൻ്റെ പിൻസീറ്റിലേക്ക് കയറി ഡോറ് ശക്തിയായി വലിച്ചടച്ചു. എന്നാൽ അമലാമയിൽ നിന്നറിഞ്ഞ യാഥാർത്ഥ്യങ്ങൾ കേൾക്കെ തകർന്നടിഞ്ഞ മനസ്സുമായി ആലീസിൻ്റെ മാതൃഹൃദയം തേങ്ങുകയായിരുന്നു. അന്നയിൽ നിന്നും ഫെലിക്സിലേക്ക് പാഞ്ഞ അഗ്നിസ്വരിക്കുന്ന നോട്ടവും തകർന്നു നിൽക്കുന്ന ഫെലിക്സിൻ്റെ മുഖവും സാഹചര്യത്തിൻ്റെ സാമ്യതകളുമെല്ലാം ഫെലിക്സ് ആയിരുന്നു അന്നയുടെ ജീവിതത്തിലെ വില്ലൻ എന്ന സംശയം ആലീസിൽ ഊട്ടിയുറപ്പിച്ചു. വേഗതയുടെ അതിർവരമ്പുകൾ താണ്ടി ഫെലിക്സിൻ്റെ കാർ ഓർഫനേജിൻ്റെ കവാടം കടന്ന് പുറത്തേക്ക് പോയി. കാറ്റിൽ പറന്ന പൂഴി മൺതരികൾ അന്തരീക്ഷത്തിൽ ആവരണം പോലെ പുതച്ചു നിന്നു. മിന്നുമോളുടെ കൈത്തണ്ടയിൽ പിടിയമർത്തിക്കൊണ്ട് അവൾക്കൊപ്പം വീട്ടിലേക്ക് നടക്കുകയായിരുന്നു അന്ന. ഇടവഴിയിൽ വീണു കിടന്നിരുന്ന കരിയിലകൾ അവരുടെ കാൽപാദങ്ങൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം ആ നിശബ്ദതകൾക്ക് വിള്ളൽ വീഴ്ത്തി. അന്നയുടെ ഹൃദയവും ആ കരിയിലകൾ പോലെ ഞെരിഞ്ഞമരുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നൊലിച്ചിറങ്ങുന്ന ജലപ്രവാഹം ഭൂമിയിൽ പതിക്കാതെ കാറ്റിൻ്റെ ഗതിയിൽ ഇരുവശത്തേക്കും ചിതറിത്തെറിച്ചു. എന്നാൽ അവൾക്കിന്നീ ഭൂമിയിലാകെ സ്വന്തമായുള്ള മിന്നുമോളെ തനിക്ക് നഷ്ടമാകുമോ എന്ന ഭയം ഒരു നിമിഷം അന്നയെ വേട്ടയാടാൻ തുടങ്ങി. കാലം മറപുതപ്പിച്ച സത്യങ്ങൾ ഒരിക്കൽ പോലും ഫെലിക്സിലേക്ക് എത്തിപ്പെടണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നില്ല. ഒരിക്കൽ തൻ്റെ ജീവിതം വെച്ച് പോരാടി ജയിച്ചവന് മുന്നിലേക്ക് ഒരു കളിപ്പാവയെപ്പോലെ നിന്നുകൊടുക്കാൻ അവൾക്ക് മനസ്സില്ലായിരുന്നു. കാലം തന്ന കെടുതികളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് ഒരു പുനർജന്മമായിരുന്നു അന്നയുടേത്. ഇനി ഒരിക്കലും ആർക്കു മുന്നിലും തോറ്റുകൊടുക്കാൻ തയ്യാറാകാത്ത, ഒരിക്കൽ വേട്ടയാടപ്പെട്ട ഒരു പെണ്ണിൻ്റെ ഉറച്ച മനസ്സ്. മാളിയേക്കൽ തറവാടിൻ്റെ കാർപോർച്ചിനുള്ളിലായി നിർത്തിയിട്ട തൻ്റെ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങാതെ സീറ്റിലേക്ക് ചാരിയിരിക്കുകയായിരുന്നു ഫെലിക്സ്. ആലീസ് അവനെ ഗൗനിക്കാതെ തന്നെ ഡോറ് തുറന്ന് വീടിനുള്ളിലേക്ക് കയറിപ്പോയി. എല്ലാം അറിഞ്ഞിട്ടും ആലീസിലുണ്ടായ മൗനമായിരുന്നു അവനിൽ സന്ദേഹം ജനിപ്പിച്ചത്. ഒരിക്കൽ അന്നയോട് ചെയ്ത പ്രവൃത്തിയുടെ ആഴവും പരപ്പും അവൻ അളന്നു തിട്ടപ്പെടുത്താവുന്നതിലും അധികമായിരുന്നു. അവൻ്റെ കണ്ണുകളിലും മനസ്സിലുമെല്ലാം അന്നയുടെയും മിന്നുമോളുടെയും മുഖങ്ങൾ മാറി മാറി തെളിഞ്ഞു വന്നു. കൈ എത്തിപ്പിടിക്കാവുന്ന ദൂരത്തായിട്ട് പോലും ഹൃദയങ്ങൾ തമ്മിൽ 1000 കാതം അകലെയാണെന്ന സത്യം അവൻ്റെ ചിന്തകളെ ഭ്രാന്തമാക്കി. ഫെലിക്സ് മടിയോടെ കാറിൽ നിന്നിറങ്ങി വീടിനകത്തേക്ക് നടന്നു.
ഡൈനിങ് റൂമിലെ മാർബിൾ പ്രതലമുള്ള മേശമേൽ തലചായ്ച്ചു കിടക്കുന്ന ആലീസിനെ കാണെ അവൻ മെല്ലെ അവർക്കരികിലേക്ക് ചെന്നു. മമ്മി, ഫെലിക്സ് ഇടറിയ സ്വരത്തിൽ അവരുടെ തോളിൽ തൻ്റെ കൈകളാൽ സ്പർശിച്ചു. ആ നിമിഷം അവരിൽ നിന്നുണ്ടായേക്കാവുന്ന പ്രതികരണത്തെ അവൻ ഭയക്കുന്നുണ്ടായിരുന്നു. സത്യങ്ങളെല്ലാം ആലീസ് മനസ്സിലാക്കിയെന്ന ബോധ്യം അവനുണ്ടായിരുന്നു. അരികിലായി ഫെലിക്സിന്റെ സാമീപ്യം തിരിച്ചറിഞ്ഞ ആലീസ് തല ഉയർത്തി പുച്ഛത്തോടെ അവൻ്റെ കലങ്ങിയ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കി. ഇനി മേലാൽ നീ എന്നെ അങ്ങനെ വിളിക്കരുത്. തോളിൽ അമർന്നിരിക്കുന്ന ഫെലിക്സിന്റെ കൈകൾ തട്ടിയെറിഞ്ഞുകൊണ്ട് ഒരലർച്ച പോലെ ഉയർന്നു വന്ന ആലീസിന്റെ ശബ്ദം കേൾക്കെ ഫെലിക്സ് ഒരു വേള സ്തംഭിച്ചു നിന്നുപോയി. അവൻ മൂകതയോടെ പിന്നിലായുള്ള ഭിത്തിയിലേക്ക് ചാരിക്കൊണ്ട് അവർക്ക് മുന്നിൽ തലകുനിച്ചു നിന്നു. അവൻ്റെ മൗനം അവരെ വീണ്ടും ചൊടിപ്പിച്ചു. ഇന്ന് ഞാൻ ഈ ലോകത്തിൽ എന്തിനേക്കാളേറെ വെറുക്കുന്നത് എന്നെ തന്നെയാണ് ഫെലി. കാരണം നിന്നെപ്പോലൊരു മൃഗതുല്യനായവനെ 10 മാസം ചുവന്ന് ജന്മം നൽകിയതിന്, ആരുമില്ലാത്ത അബലയായ ഒരു പെണ്ണിനെ പകയുടെ കടിഞ്ഞാണുകൾ ഭേദിച്ച് മൃഗീയമായി ഭോഗിച്ച ശേഷം പിച്ചി ചീന്തി എറിഞ്ഞപ്പോ നീ ഓർത്തിരുന്നില്ലേ അവളെപ്പോലൊരു സ്ത്രീയാണ് നിന്റെ അമ്മയെന്ന്? പ്രതികാരം കാമത്തിലൂടെ തീർത്ത് അവളുടെ നഗ്ന ശരീരത്തെ വ്രണപ്പെടുത്തിയപ്പോ നീ എവിടെയാടാ ജയിച്ചത്? നീ എവിടെയാണ് പക വീട്ടിയത്? ആ രാത്രിയിൽ അവളുടെ നിലവിളിയുടെ ശബ്ദങ്ങൾ എവിടെ നിന്നോ എൻ്റെ കാതുകളിലേക്ക് തുളച്ചു കയറുന്നു. നിന്നെ എൻ്റെ കൺമുന്നിൽ കാണുന്ന ഓരോ നിമിഷവും നിനക്ക് മുന്നിൽ ആ രാത്രിയിൽ കനിവിനായി കേഴുന്ന ആ പെണ്ണിൻ്റെ ചിത്രം എൻ്റെ കൺമുന്നിലേക്ക് കടന്നു വരികയാണ്. പെട്ടെന്ന് തൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട ആലീസ് അരികിലായിരുന്ന മേശയിലിരുന്ന മൂർച്ചയേറിയൊരു കത്തി അവരുടെ കയ്യിലേക്കെടുത്തു. ഫെലിക്സിനെ ഭ്രാന്തമായി നോക്കിക്കൊണ്ട് അവന് നേരെ തിരിഞ്ഞു. എന്നാ പിടിക്ക്, കുത്തി ഇറക്കടാ ഇതെൻ്റെ നെഞ്ചിലേക്ക്. നിന്റെ കൺമുന്നിൽ നിന്റെ അമ്മയെന്ന സ്ത്രീ വേദന കൊണ്ട് പിടയുന്നത് നീ കാണണം. നിനക്ക് ജന്മം തന്നതിനുള്ള പാപമോക്ഷമെങ്കിലും എനിക്ക് ലഭിക്കട്ടെ. ഭ്രാന്തമായ ഒരു ആവേശത്തോടെ അവളുടെ കയ്യിലിരുന്ന കത്തി ഫെലിക്സിന്റെ കൈകളിൽ ബലമായി പിടിപ്പിച്ചുകൊണ്ട് അവരലറിക്കരഞ്ഞു. ഒന്നും കാണാൻ കഴിയാതെ കണ്ണുകൾ ഇറുക്കിയടച്ച് ഫെലിക്സ് തൻ്റെ എരിഞ്ഞടങ്ങുന്ന ഹൃദയത്തിൻ്റെ വേദനയെ കടിച്ചമർത്തി. ആലീസ് അവൻ്റെ കൈകളിൽ പിടിപ്പിച്ച കത്തി ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഫെലിക്സ് മുകളിലേക്കുള്ള പടികൾ കയറി. കാറ്റിൽ ആടി ഉലയുന്ന കൂറ്റൻ മരച്ചില്ലകൾ പോലെ നിയന്ത്രണ വിധേയമായ തൻ്റെ മനസ്സിനെ തളച്ചിടാൻ ഫെലിക്സ് വീണ്ടും ലഹരിയിലേക്ക് അഭയം തേടി. അവൻ്റെ കാലിൽ കിടന്ന ഷൂസ് അലക്ഷ്യമായി കുടഞ്ഞെറിഞ്ഞുകൊണ്ട് റൂമിൻ്റെ ഒരു വശത്തായുള്ള ഷെൽഫിൽ നിന്നും ഒരു മദ്യക്കുപ്പി പുറത്തേക്കെടുത്തു. ഒരു ഭ്രമത്തോടെ അതിൻ്റെ മൂടി തുറന്ന് ആ കുപ്പിയുടെ വായ്ഭാഗം അവൻ്റെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു. ആളിപ്പടർന്നുകൊണ്ട് ആ വീര്യം കൂടിയ മദ്യം അവൻ്റെ ആന്തരാവയവങ്ങളെ പൊള്ളലേൽപ്പിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പരന്നു. അതവൻ്റെ ബോധമനസ്സിനെ ഏകാന്തതകളുടെ ഉൾക്കാടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ നിമിഷവും അന്നയെന്ന ഒരേയൊരു പേര് മാത്രം അവൻ്റെ ഹൃദയത്തിൽ ഓർമ്മയായി അവൻ്റെ ചുണ്ടുകളിൽ മന്ത്രിച്ചുകൊണ്ടിരുന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ പാതി ലഹരിയിൽ നിന്നുണർന്ന ഫെലിക്സ് ഒരു ഭ്രാന്തനെപ്പോലെ അലറിക്കരഞ്ഞു. അവൻ്റെ കുറ്റബോധത്തിൻ്റെ അലമുറകൾ അങ്ങ് ദൂരെ ആ കൊച്ചു വീടിൻ്റെ ഇടുങ്ങിയ മുറിയിൽ തൻ്റെ ജീവന്റെ പാതിയായ മിന്നുമോളെയും മാറിൽ ചേർത്തുകൊണ്ട് കിടക്കുന്ന അന്നയുടെ ഹൃദയത്തിലേക്ക് പതിച്ചു. തന്നിലേക്ക് പറ്റിച്ചേർന്ന് കിടന്നുകൊണ്ട് ഉറങ്ങാതെ കണ്ണുകൾ ചിമ്മുന്ന മിന്നുമോളെ അന്ന തൻ്റെ കൈകളാൽ ചുറ്റിപ്പിടിച്ച് കുറച്ചുകൂടി ഇറുക്കി ചേർത്ത് പിടിച്ചു. ലോകം പിഴച്ചവളെന്ന പട്ടം എനിക്ക് ചാർത്തി തന്നപ്പോഴും തോൽവികൾക്ക് മുന്നിൽ സധൈര്യം തളരാതെ ജീവിച്ചത് നിനക്ക് വേണ്ടിയാണ് മോളെ. എന്നിൽ ക്രൂരത കാട്ടി നിനക്ക് ജന്മം തന്ന നിന്റെ പിതാവ് ഇന്ന് നിന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ചിലപ്പോൾ അയാൾ ഏത് നിമിഷവും തേടിയെത്താം എന്നിൽ നിന്നും നിന്നെ അടർത്തിയെടുക്കാനായി. നിറഞ്ഞു തുളുമ്പിയ കണ്ണുനീരിനെ അവഗണിച്ച് അന്ന ആത്മകഥം പോലെ ഓരോന്നും ഉരുവിട്ടുകൊണ്ടിരുന്നു. മിന്നുമോളെ. അവൾ കണ്ണുകൾ ഉയർത്തി അന്നയെ നോക്കി. മമ്മി മോളോടൊരു കാര്യം ചോദിക്കട്ടെ? അന്നയുടെ ചോദ്യത്തിനുത്തരമെന്നോണം മിന്നുമോൾ തലകുലുക്കി. മോൾ ആഗ്രഹിക്കുന്നത് പോലെ എന്നെങ്കിലും ഒരു നാൾ നിന്റെ പപ്പ മോളെ തേടി വന്നാ നീ ഈ അമ്മയെ തനിച്ചാക്കി പോകുമോ? എനിക്ക് നീയല്ലാതെ ഈ ഭൂമിയിൽ സ്വന്തമായി വേറെ ആരുമില്ല മോളെ. അണപൊട്ടി ഒഴുകുന്ന വികാരങ്ങളെ തടുക്കാനാകാതെ ഒരു പൊട്ടിക്കരച്ചിലോടെ അന്ന മിന്നുമോളെ അടർത്തി മാറ്റിക്കൊണ്ട് കിടക്കയിൽ നിന്നും പിടഞ്ഞെഴുന്നേറ്റു.
അന്നയുടെ ചോദ്യത്തിൻ്റെയും അവളുടെ കണ്ണുനീരിൻ്റെയും പൊരുളറിയാതെ ഒരാശ്വാസവാക്കുകൾ പോലും ഉരിയാടാനാകാതെ ആ കുരുന്നു ഹൃദയം ഒരു നോവോടെ അന്നയുടെ കണ്ണുനീരിന് മുന്നിൽ സന്ദേഹത്തോടെ നോക്കി നിന്നു. പെട്ടെന്ന് മിന്നുമോൾ അന്നയുടെ മടിത്തട്ടിലേക്ക് ഇരുന്നു കൊണ്ട് അവളുടെ കണ്ണുനീര് തുടച്ചു. ഒരാശ്വസിപ്പിക്കലെന്നോണം അവൾ അന്നയെ ഇറുകിപ്പുണർന്നു. ആ കവിളുകളിൽ മൃദുവായി ചുംബിച്ചു. നിശബ്ദതയിലും അന്നയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിരുന്നു മിന്നുമോൾ ആ പ്രവൃത്തിയിലൂടെ കാട്ടിയത്. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.